ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊമൻ കിഡ്സ് ബൈ രാജശ്രീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മുടെ വീഡിയോ വരുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോന് പനിയൊക്കെ ആയത് കാരണം നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ. ഇതൊക്കെ നമ്മുടെ കൊളീഗ്സാണ് കേട്ടോ. സുജ ടീച്ചർ, സംഗീത ടീച്ചർ, ഭാമ ടീച്ചർ, തസ്ലീമ ടീച്ചറൊക്കെയാണ് ഈ കൂടെ നിൽക്കുന്നത്. ഇതേ നമ്മുടെ സ്കൂള്, നമ്മുടെ അപ്പൂപ്പന്മാർ, ഇതേ നമ്മുടെ ലബീബും നവനീതുമാണ് കേട്ടോ. ക്രിസ്മസ് പാപ്പന്മാരുടെ വേഷം കെട്ടിയിട്ടുള്ളത്. അവർ നന്നായിട്ടത് എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദാസേട്ടനാണ്. അപ്പോൾ ദാസേട്ടൻ എല്ലാ കാര്യത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും മൂപ്പര് വളരെ സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ ക്രിസ്മസിൻ്റെ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പുൽക്കൂടുണ്ട്, ഇതേ ക്രിസ്മസ് ട്രീ ഉണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇത് നമ്മുടെ അവന്തിക വരച്ചിട്ടുള്ള ചിത്രമാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ കലാമേളയ്ക്കൊക്കെ ഫാബ്രിക് പെയിൻറ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയ അവന്തിക വരച്ച ചിത്രമാണ്. ഇതേ സീന ടീച്ചറും ദാസേട്ടനും കൂടി ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുക, ക്രിസ്മസ് ട്രീ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് നമ്മുടെ സീന ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. അതുപോലെ അതേ പുൽക്കൂടുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീന ടീച്ചർ ഇപ്രാവശ്യം റിട്ടയേർഡ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും സീന ടീച്ചറോടൊത്തത് അടിപൊളിയാക്കാം ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്ന് വിചാരിച്ചു. ഇത് അജിത് മാഷാണ്, നമ്മുടെ മക്കളൊക്കെ. ഇത് നമ്മുടെ HM ശ്രീനിവാസൻ മാസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുൽക്കൂട് എത്ര ഭംഗിയാക്കാവോ അത്രയും ഭംഗിയാക്കണം. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സ്റ്റാറാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാണ്. കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, വാങ്ങിച്ച് കൊണ്ടുവന്ന ഒന്നുമില്ല. അതേപോലെ ഇതുണ്ട് നമ്മുടെ ചാരുമോളുടെ ചാനലിൽ വന്ന അപ്പൂപ്പനെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് മക്കൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്രിസ്മസ് പായൻ്റെ ചിത്രം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റാറൊക്കെ കുറേ നമ്മുടെ ചാരുമോളുടെ ചാനലിൽ വന്ന വീഡിയോ കണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയേശുവിനൊക്കെ പുൽക്കൂട്ടിലേക്ക് വെക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഉണ്ണിയേശു നമ്മൾ നിർമ്മിച്ച പുൽക്കൂട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതുപോലെ ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ വയ്ക്കുന്നുണ്ട് നമ്മൾ. ഇതെല്ലാവരും വെച്ച് നമ്മൾ ഈ പുൽക്കൂട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ക്രിസ്മസിന് മുമ്പ് ഇതൊക്കെ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്ക് ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസാന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ നമ്മുടെ വീഡിയോ ഇടാൻ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ. വീഡിയോസിലെ കുട്ടികളെയൊക്കെ വിളിച്ച് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ക്രിസ്മസ്. ഉമർ മാഷ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കുട്ടികളും നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം അത് വളരെ ഭംഗിയായിട്ട് അടിച്ച് പൊളിക്കും കേട്ടോ. നമുക്ക് ചെറിയ കുട്ടികൾ വലിയ കുട്ടികളൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ എന്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ നമ്മളത് വളരെ ഭംഗിയാക്കും. അതുപോലെ വളരെ ഭംഗിയായി നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ കുട്ടികളുടെ ഒപ്പം കളിക്കും, ചിരിക്കും, പഠിപ്പിക്കും ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി. കേട്ടല്ലേ, കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങളും എൻജോയ് ചെയ്യും. ടീച്ചേഴ്സ് കുട്ടികൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ക്രിസ്മസ് പാവയുടെ തൊപ്പിയൊക്കെ ധരിച്ച് വന്നിട്ടുണ്ട്. നമ്മളത് എൻജോയ് ചെയ്ത് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ തട്ടിക്കൂട്ടി ഡാൻസൊക്കെയാണ് മക്കൾ കളിച്ച് തിരിമറക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ വർണ്ണാഭമായിട്ടുള്ള നമ്മളെ നവനീതും ലബീബൊക്കെ ഉഷാറായി കളിക്കുന്നുണ്ട്. നവനീതൊക്കെ വല്ല ആടിത്തിമറക്കാണ്. ലബീബ് അവൻ്റെ ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഷിംലാലാണ്. ഷിംലാലിൻ്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡാൻസ് ചെയ്തതാണ്. മക്കൾ ഇതൊക്കെ KGയിലെ മക്കളാണ്. KGയിലെ മക്കളാണെങ്കിൽ സൂപ്പറായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കുട്ടികൾ എങ്ങനെ തുള്ളിയാലും നമുക്ക് വളരെയധികം സന്തോഷമാണ്. അവർ ഇപ്പോൾ ഡാൻസ് കളിക്കാൻ കയറ്റിയാലും അവരവരുടേതായ സ്റ്റെപ്പിലൊക്കെ കളിക്കുക. ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ. എന്നാലും അത് വളരെ മനോഹരമാണ്. പിന്നെ നമ്മുടെ കേക്ക് വിതരണം നടന്നോട്ടെ. HM അതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിൽ തന്നെയുണ്ട്.
അപ്പോൾ എല്ലാ മക്കൾക്കും കേക്ക് വിതരണം ഉമർ മാഷുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കേക്ക് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെയൊക്കെ വരി വരിയായി നിർത്തിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. പ്ലം കേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അവരങ്ങനെ കേക്ക് കഴിച്ചിട്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആസ്വാദനത്തിൻ്റെ ഇടവേളയാണ് കേട്ടോ കേക്ക് എൻജോയ് ചെയ്യണത്. ഇത് എച്ച് എം അതിൻ്റെ കൂടെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് എച്ച് എം അവിടെ നിൽക്കുന്നുണ്ട്. മാഷ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്ന വളരെ ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഒപ്പം കൂടുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും അതിൻ്റേതായ രീതിയിൽ കാണാനും ആസ്വദിക്കാനൊക്കെ കഴിയും. പാട്ടും ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീന ടീച്ചർ അവിടെ എന്തൊക്കെയോ ആക്ഷൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മക്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡാൻസിൽ മുഴുകി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പരിപാടിയായാലും, ഓണമായാലും പിന്നെ അതുപോലെ പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും എല്ലാം നമ്മൾ ആഘോഷിക്കും. എല്ലാ പരിപാടികളും ആഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിനവും സ്കൂളിൽ കഴിഞ്ഞു പോണത് കേട്ടോ. അപ്പോൾ ഇനി അതേ കണ്ട എച്ച് എം വരെ കുട്ടികളുടെ കൂടെ നൃത്തം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഏതെങ്കിലും സ്കൂളുകൾ ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇത് GLPS പട്ടിക്കാടിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഞാൻ പറയും. ഹലോ, അപ്പോൾ നമ്മുടെ ഓൾ ക്രൂ ആണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.